നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനം. ഉത്തരകാശിയിലെ പ്രളയത്തിൽ 5 മരണം, 60ഓളം പേരെ കാണാതായി. ഹോട്ടലുകളും ഹോം സ്റ്റേകളും ഒഴുകിപ്പോയി. രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്രം. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലർട്ട്. കൊച്ചിയിലും തൃശൂരിലും കോഴിക്കോട് ദേശീയപാതയിലും വെള്ളക്കെട്ട്. കളമശ്ശേരിയിൽ വീടുകളിൽ വെള്ളം കയറി. എറണാകുളത്ത് ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത കാർ വെള്ളക്കെട്ടിൽ വീണു. കാസർഗോഡ്, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ നാളെ അവധി. സംസ്ഥാനത്തെ ബലക്ഷയമുള്ള സ്കൂൾ, ആശുപത്രി കെട്ടിടങ്ങളുടെ കണക്കെടുക്കാൻ സർക്കാർ. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി. ക്ലാസുകളിൽ ബാക്ക് ബെഞ്ച് ഒഴിവാക്കി യു ഷേപ്പ് മാതൃകയിൽ ക്രമീകരിക്കുന്നത് പരിഗണനയിലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പത്തനംതിട്ട ആറന്മുള സർക്കാർ VHSS സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ ഇന്ത്യക്കെതിരെ നിലപാട് കടുപ്പിച്ച് ഡൊണാൾഡ് ട്രംപ്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അധിക താരിഫുകൾ ചുമത്തുമെന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പ്. US-ന്റെ ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ. രാജ്യങ്ങളോട് വ്യാപാര പങ്കാളികളെ തിരഞ്ഞെടുക്കാൻ നിർബന്ധിക്കാനാവില്ലെന്ന് റഷ്യ. പുനഃസംഘടനാ ചർച്ചകൾക്കായി KPCC നേതൃത്വം ഡൽഹിയിൽ. MP-മാരുമായി നാളെയും ചർച്ച തുടരും. മല്ലികാർജ്ജുൻ ഖാർഗെയെയും രാഹുൽ ഗാന്ധിയെയും കാണും. നാളെ പട്ടിക കൈമാറുമെന്ന് സണ്ണി ജോസഫ്. 9 DCCകളിൽ മാറ്റം വരും. ട്രഷറർ സ്ഥാനത്തേക്ക് ജ്യോതികുമാർ ചാമക്കാല വന്നേക്കും. ഉത്തരാഖണ്ഡിൽ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും വൻ നാശനഷ്ടം. നിരവധി പേരെ കാണാതായി. 5 പേർ മരിച്ചതായാണ് ഔദ്യോഗിക സ്ഥിരീകരണം. ഉത്തരാഖണ്ഡിലെ ശക്തമായ മഴയിൽ ഖീർ ഗംഗ മേഖലയിലാണ് മേഘവിസ്ഫോടനമുണ്ടായത്. ഇതാണ് മിന്നൽ പ്രളയത്തിനും മണ്ണിടിച്ചിലിനും കാരണമായത്. മലമുകളിൽ നിന്ന് കുത്തിയൊഴുകി വന്ന പ്രളയജലം വീടുകൾക്ക് മുകളിലൂടെ കുതിച്ചൊഴുകുകയായിരുന്നു. ഉത്തരകാശിയിലെ ധരാളിയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. നിരവധി വീടുകളും സ്ഥാപനങ്ങളും ഒലിച്ചുപോയി. ഒരു പ്രദേശം ഒന്നാകെ തുടച്ചു നീക്കുന്ന ഭീതിജനകമായ ദൃശ്യങ്ങൾ. അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. വിനോദസഞ്ചാരികൾ ധാരാളം എത്തുന്നതിനാൽ ഹോം സ്റ്റേകളും മറ്റുമുള്ള സ്ഥലമാണിത്. പ്രദേശത്തെ സാഹചര്യം അതീവ ഗുരുതരമാണ്. കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നു. സൈന്യവും എത്തിയിട്ടുണ്ട്. തുടർച്ചയായി പെയ്യുന്ന മഴ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഉത്തരകാശിയിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ്. ഉത്തരകാശി ജില്ലാ ഭരണകൂടം ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. 0132222126 അല്ലെങ്കിൽ 9456556431 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. രക്ഷാപ്രവർത്തനത്തിന് എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയതായി JP നദ്ദ വ്യക്തമാക്കി. വ്യോമമാർഗം രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് 2 സംഘങ്ങൾ സജ്ജമാണ്. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. വടക്കൻ കേരളത്തിലും മഴ കനക്കുന്നു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. അതേസമയം ഇന്ന് പെയ്ത ശക്തമായ മഴയിൽ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ പുഴകൾ കരകവിഞ്ഞൊഴുകി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഇന്ന് രാവിലെ മുതൽ തന്നെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിലെ മലയോര മേഖലകളിൽ ഇടവിട്ട് കനത്ത മഴ തുടരുകയാണ്. ഇതേ തുടർന്ന് വിലങ്ങാട്, ഉരുട്ടിയിൽ പുഴ കരകവിഞ്ഞൊഴുകി. നരിപ്പറ്റ, കമ്മായി എന്നിവിടങ്ങളിൽ മലവെള്ളപ്പാച്ചിലുമുണ്ടായി. റെഡ് അലർട്ട് നിലനിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ ഒലിപ്പുഴയും കരകവിഞ്ഞൊഴുകിയതോടെ പരിസര പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കരുവാരക്കുണ്ടിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. അതേസമയം നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാകില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കോഴിക്കോട്.
UAE-യിൽ അല്ലൈൻ ഉൾപ്പെടെ പലയിടങ്ങളിലും ഇന്ന് മഴ ലഭിച്ചു. രാജ്യത്ത് പൊതുവെ മൂടിക്കെട്ടിയ അന്തരീക്ഷവും അനുഭവപ്പെട്ടു. ദുബായിൽ ചില പ്രദേശങ്ങളിൽ പൊടിക്കാറ്റുണ്ടായതിനെ തുടർന്ന് കാഴ്ചപരിധിയിലും കുറവുണ്ടായി. അല്ലൈന്റെ കിഴക്കൻ പ്രദേശങ്ങളായ ഗഫ, സാഹ്, കട്ടം എന്നിവിടങ്ങളിൽ കനത്ത മഴയാണ് പെയ്തത്. UAE-യിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. രാജ്യത്ത് മേഘാവൃതമായ കാലാവസ്ഥ തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നു. ഫുജൈറ, അലൈൻ, റാസൽ ഖൈമ തുടങ്ങിയ കിഴക്കൻ പ്രദേശങ്ങളിൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ രാജ്യത്തുടനീളം മിതമായതോ കനത്തതോ ആയ മഴ പ്രതീക്ഷിക്കാം. സംസ്ഥാനത്ത് ബലക്ഷയമുള്ള സ്കൂൾ, ആശുപത്രി ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളുടെ കണക്കെടുക്കാനൊരുങ്ങി സർക്കാർ. പൂർണ്ണമായി പൊളിച്ചുമാറ്റേണ്ടതും അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുമായ കെട്ടിടങ്ങളുടെ കണക്കുകൾ 2 ആഴ്ചയ്ക്കകം നൽകണമെന്ന് മുഖ്യമന്ത്രി ദുരന്ത നിവാരണ അതോറിറ്റിയോട് നിർദ്ദേശിച്ചു. അൺഎയ്ഡഡ് സ്കൂളുകളിലും പരിശോധന നടത്തും. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് ഒരാൾ മരിക്കാനിടയായതും കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതും സർക്കാർ സംവിധാനങ്ങൾ എത്രത്തോളം പരാജയമെന്നതിന് തെളിവാണ്. നിരന്തരം പ്രതിക്കൂട്ടിലാകുന്ന വേളയിലാണ് സംസ്ഥാനത്തെ ദുർബലമായ കെട്ടിടങ്ങളുടെ കണക്കെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നത്. സ്കൂളുകളിലും ആശുപത്രികളിലും ഉൾപ്പെടെ ബലഹീനമായതും പൊളിച്ചു മാറ്റേണ്ടതുമായ കെട്ടിടങ്ങളുണ്ടെങ്കിൽ അവയുടെ വിവരം 2 ആഴ്ചയ്ക്കകം നൽകണമെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. ദുരന്ത നിവാരണ വകുപ്പാണ് കണക്കുകൾ കൃത്യമായി കാണിക്കേണ്ടത്. പൊളിച്ചു മാറ്റേണ്ടവ, അറ്റകുറ്റപ്പണി വേണ്ടവ എന്നിവ വേർതിരിച്ചു നൽകണം. അവധി ദിവസങ്ങൾക്ക് മുൻഗണന നൽകി വേണം സ്കൂൾ കെട്ടിടങ്ങൾ പൊളിക്കേണ്ടത്. പൊളിച്ചുമാറ്റിയ സ്കൂൾ കെട്ടിടങ്ങൾ പണിയുന്നതുവരെ ക്ലാസുകൾ നടത്താൻ പകരം സംവിധാനം കണ്ടെത്തണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും PTA-യും വിദ്യാഭ്യാസ വകുപ്പുമാണ് പകരം സംവിധാനം കണ്ടെത്തേണ്ടത്. അൺഎയ്ഡഡ് സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷാ പരിശോധനയും ഇതോടൊപ്പം നടത്തണമെന്ന് മുഖ്യമന്ത്രി കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപകടാവസ്ഥയിലുള്ള പൊതുകെട്ടിടങ്ങളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്താനായി സോഫ്റ്റ്വെയർ ഉണ്ടാക്കും. കെട്ടിടങ്ങളുടെ ഇലക്ട്രിക് സംവിധാനങ്ങളുടെ കാര്യക്ഷമതയും കൃത്യമായി പരിശോധിക്കും. ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസർ, തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ ചേർന്ന പരിശോധനാ സംവിധാനം ഇതിനായി ഏർപ്പെടുത്തും. കെട്ടിടങ്ങളുടെ ബലക്ഷയം സംബന്ധിച്ച് പരിശോധന നടത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിദ്യാഭ്യാസ മേഖലയിലെ പഴഞ്ചൻ രീതികൾ മാറ്റാനൊരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. ബാക്ക് ബെഞ്ച് സംവിധാനം മാറ്റുന്ന കാര്യം സജീവ പരിഗണനയിലാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പിൻബെഞ്ച് സംവിധാനം വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസത്തെയും പഠനത്തെയും ബാധിക്കാതിരിക്കാനാണ് മാറ്റം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. പിൻബെഞ്ച് ആശയം ഇല്ലാതാക്കാൻ പല രാജ്യങ്ങളും പല മാതൃകകളും സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് അനുയോജ്യമായ മികച്ച മാതൃക കണ്ടെത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ക്ലാസുകൾ യു-ഷേപ്പിലാക്കുന്നതിനെക്കുറിച്ചും ആലോചന നടക്കുന്നുണ്ട്. ബാക്ക് ബെഞ്ചേഴ്സ് നമ്മൾ സ്ഥിരം പറയും, ആ കുട്ടികളെ പറയും, നീ ഇരിക്കേണ്ടവരാണ്. അങ്ങനെ പിറകെയിരിക്കാൻ വേണ്ടി 10-20 കുട്ടികളുണ്ടാവും. ഈ സാറിൻ്റെ ഒരു ശ്രദ്ധയും ആ കുട്ടികളുടെ പോയില്ല. ആ കുട്ടികൾ സിസ്റ്റം പോലെ അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ ശ്രദ്ധിക്കാതിരിക്കുക, പിറകെ ഇറങ്ങി ഓടിപ്പോവുക, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഉള്ള ബാക്ക് ബെഞ്ചേഴ്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ ഭരണപരിചയക്കുറവ് ഓഫീസ് പ്രവർത്തനത്തെ ബാധിക്കുന്നതായും കാര്യമായി പരിശീലനം നൽകേണ്ട അവസ്ഥയിലാണെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികളുടെ മൊബൈൽ ഫോൺ നിരോധനത്തിൽ പൊതുചർച്ച വേണം. വിദ്യാലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടികൾ എടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മലപ്പുറത്ത് നടന്ന മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അമൃത ന്യൂസ്, മലപ്പുറം. സർക്കാർ ഫിറ്റ്നസ് റദ്ദാക്കിയതോടെ പെരുവഴിയിലായി പത്തനംതിട്ട ആറന്മുള ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. പകരം സംവിധാനം ഒരുക്കാതെയാണ് സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി ഇന്നലെ വൈകിട്ട് സ്കൂളിന് നോട്ടീസ് നൽകിയത്. ഇതോടെ രാവിലെ സ്കൂളുകളിലേക്ക് എത്തിയ 300ഓളം വിദ്യാർത്ഥികളാണ് മഴ നനഞ്ഞു പുറത്തു നിന്നത്. ഇന്നലെ വൈകിട്ടാണ് പത്തനംതിട്ട മല്ലപ്പുഴശ്ശേരി പഞ്ചായത്ത് ആറന്മുള ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി നോട്ടീസ് നൽകിയത്. എന്നാൽ ഇന്ന് രാവിലെ പതിവ് പോലെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തിയതോടെ വിദ്യാർത്ഥികളെ എവിടെയിരുത്തി പഠിപ്പിക്കണമെന്ന ആശങ്കയിലായി സ്കൂൾ അധികൃതർ. ഇതോടെ മണിക്കൂറുകളോളം സ്കൂളിന് മുന്നിൽ വിദ്യാർത്ഥികൾക്ക് മഴ നനഞ്ഞു നിൽക്കേണ്ടി വന്നു. ഒടുവിൽ സ്കൂളിലെ 300ഓളം വിദ്യാർത്ഥികളെ ഒന്നിച്ച് സ്കൂൾ ഹാളിൽ കയറ്റിയിരുത്തുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് നമ്മുടെ ആറന്മുള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഫിറ്റ്നസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഇന്നലെ ഇവിടെ വന്നു. പഴയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന VHSE ലാബ് ഉൾപ്പെടെയുള്ളത് ഒരു സുപ്രഭാതത്തിൽ അത് പെട്ടെന്ന് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം സ്കൂൾ തുറന്ന് ഏകദേശം ഇപ്പോൾ പരീക്ഷയുടെ സമയമായ സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉത്തരവ് വരുന്നത്.
അതുകൊണ്ട് ഇപ്പോൾ ശരിയും പറഞ്ഞാൽ അത്രയും കുട്ടികളെ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഹോളിനുള്ളിൽ മുഴുവൻ ക്ലാസ്സിലെയും കുട്ടികളും കൂടെ ആ സ്കൂൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കുട്ടികളും കൂടെ അതിനകത്ത് കൊണ്ടിരുത്തി പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. 19 വർഷം പഴക്കമുള്ള പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ്. അതോടൊപ്പം ഈ 10ാം ക്ലാസ്സിലും +2-നും 100% വിജയം വരിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 15 വർഷമായിട്ട് 100% വിജയം വരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളും കൂടിയാണ്. അതും പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകൾ. തേവലക്കര അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് സ്കൂൾ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച് പരിശോധന നടത്തിയത്. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും ബലക്ഷയമുണ്ട്. ഇക്കാര്യങ്ങൾ വിലയിരുത്തി അധികൃതർ ഫിറ്റ്നസ് റദ്ദാക്കുമ്പോൾ പകരം സംവിധാനം ഒരുക്കാത്തത് വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തി. പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പൂർത്തിയായിട്ടില്ല. പരീക്ഷ അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി എങ്ങനെ അധ്യയനം തുടരുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും. അമൃത ന്യൂസ്, പത്തനംതിട്ട. പത്തനംതിട്ടയിലെ അധ്യാപികയുടെ ഭർത്താവിന്റെ ആത്മഹത്യയിൽ പ്രതികരണവുമായി മന്ത്രി വി ശിവൻകുട്ടി. ഇനിയും ഇത്തരം സംഭവമുണ്ടായാൽ പിരിച്ചുവിടുന്ന നടപടിയിലേക്ക് സർക്കാർ കടക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സസ്പെൻഷൻ സ്വാഭാവിക നടപടിയാണ്. ഫയലിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ പിരിച്ചുവിടുമെന്ന പേടി വേണം. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ശമ്പളം നൽകാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയിരുന്നു. ഇതൊന്നും പാലിക്കപ്പെട്ടില്ലെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. സ്കൂളിലെ പ്രധാന അധ്യാപിക എയ്ഡഡ് സ്കൂൾ ആയതുകൊണ്ട് മാനേജറാണ് സസ്പെൻഡ് ചെയ്യേണ്ടത്. മാനേജരോട് അതിന് വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ആ അപേക്ഷ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പരിശോധിച്ച് നടപടി സ്വീകരിക്കുക എന്ന് മന്ത്രി എന്ന നിലയിൽ നിർദ്ദേശം കൊടുത്തു. ഈ ഇവരെ എന്നെ നേരിട്ട് വന്ന് അവരുടെ ടീച്ചർ എല്ലാവരും കണ്ടിരുന്നു. ടീച്ചറിനെ ഒരു 4-5 മാസം അവിടെ കയറ്റിയിറക്കി എന്നുള്ള കാര്യമാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പുനഃസംഘടനാ ചർച്ചകൾക്കായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഡൽഹിയിലെത്തി. UDF MPമാരുമായി നാളെയും കൂടിക്കാഴ്ച നടത്തും. നാളെ തന്നെ അന്തിമ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറും. വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ, PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കളും MPമാരുമായുള്ള ചർച്ചയിൽ പങ്കെടുക്കും. മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായും പ്രത്യേകം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ജംബോ കമ്മിറ്റിക്ക് തന്നെയാണ് സാധ്യത. വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിൽ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനാണ് നിലവിലെ ധാരണ. തൃശൂർ ഒഴികെ 9 ജില്ലകളിലെ DCCകളിലും മാറ്റം വരും. ട്രഷറർ സ്ഥാനത്തേക്ക് ജ്യോതികുമാർ ചമക്കാല വന്നേക്കുമെന്ന സൂചനയുമുണ്ട്. UAEയെയും ഒമാനെയും ബന്ധിപ്പിക്കുന്ന ഹഫീത്ത് റെയിൽ പദ്ധതി ആരംഭിച്ചു. $2.5 ബില്യൺ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി ഇത്തിഹാദ് റെയിൽ, ഒമാൻ റെയിൽ, മുബദല ഇൻവെസ്റ്റ്മെന്റ് കമ്പനി എന്നിവയുടെ സംയുക്ത സംരംഭമാണ്. UAEയിലെ അലൈനിൽ നിന്ന് ഒമാനിലെ സുഹാർ തുറമുഖം വരെയാണ് ഹഫീദ് റെയിൽപാത നിർമ്മിക്കുന്നത്. ജബൽ ഹഫീദ് പർവ്വതത്തിന് കുറുകെ കടന്നു പോകുന്ന ഈ റെയിൽപാത ഇരു രാജ്യങ്ങളിലെയും പ്രധാന നഗരങ്ങളെയും തുറമുഖങ്ങളെയും ബന്ധിപ്പിക്കും. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന ട്രെയിനുകളാണ് യാത്രാ സേവനത്തിനായി ഉപയോഗിക്കുക. മരുഭൂമികളും പർവ്വതങ്ങളും ഉൾപ്പെടെയുള്ള മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് യാത്ര ചെയ്യാനുള്ള അവസരമാണ് ഹഫീദ് റെയിൽ ഒരുക്കുന്നത്. കുവൈറ്റിൽ പ്രവാസികൾക്ക് കുടുംബ സന്ദർശക വിസ ലഭിക്കുന്നതിന് നിലവിലുള്ള നിബന്ധനകൾ ലഘൂകരിക്കാൻ ആഭ്യന്തര മന്ത്രാലയം തയ്യാറെടുക്കുന്നതായി പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. കുടുംബ സന്ദർശക വിസയുടെ കാലാവധി 3 മാസമായി വർദ്ധിപ്പിക്കൽ, കുടുംബ സന്ദർശക വിസയുടെ കാലാവധി 6 മാസമോ 1 വർഷമോ വരെയോ ദീർഘിപ്പിക്കുന്നതിനുള്ള സൗകര്യം, സന്ദർശക വിസയിൽ രാജ്യത്തെത്തുന്നവർ ദേശീയ വിമാന കമ്പനിയുടെ ടിക്കറ്റ് ഉപയോഗിക്കണമെന്ന നിബന്ധന ഒഴിവാക്കൽ എന്നിവയാണ് ഇതിൽ പ്രധാനം. ഇത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് വിവരം. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ദീർഘകാലത്തിനുള്ള ശേഷം കുടുംബ വിസയും കുടുംബ സന്ദർശക വിസയും അനുവദിക്കുന്നത് പുനരാരംഭിച്ചത്. കുവൈറ്റിൽ പ്രഭാത നമസ്കാരത്തിനിടയിൽ മലയാളി പള്ളിയിൽ കുഴഞ്ഞു വീണു മരിച്ചു. കോഴിക്കോട് നന്ദി തിക്കോടി സ്വദേശി കീരംകയിൽ ഷബീറാണ് ഇന്ന് പുലർച്ചെ സാൽമിയയിലെ പള്ളിയിൽ സുബഹി നമസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണ് മരിച്ചത്. 61 വയസ്സായിരുന്നു. 4 ലൈൻ ഇന്റീരിയൽ കമ്പനിയിൽ അഡ്മിനിസ്ട്രേഷൻ മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു. തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു. ഭാര്യയും 3 കുട്ടികളുമുണ്ട്. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ ഉപദേഷ്ടാവും മക്ക ഗവർണറുമായ ഖാലിദ് അൽ ഫൈസൽ രാജകുമാരന്റെ ആദരവായി സൗദി പോസ്റ്റ് സ്റ്റാമ്പ് പുറത്തിറക്കി. സാംസ്കാരികവും സാമൂഹികവുമായ വികസനം പ്രോത്സാഹിപ്പിക്കാൻ ഖാലിദ് അൽ ഫൈസൽ രാജകുമാരൻ നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് മക്ക ഗവർണറേറ്റുമായി സഹകരിച്ചാണ് സൗദി പോസ്റ്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. സൗദിയിൽ വിവിധ സേവനങ്ങൾക്കായി തയ്യാറാക്കിയ തവൽക്കന മൊബൈൽ ആപ്ലിക്കേഷനിൽ ഡിജിറ്റൽ ഗവൺമെന്റ് സേവനങ്ങൾ ഇനി മുതൽ ലോകത്തെവിടെയും ലഭിക്കും. വിവിധ സർക്കാർ വകുപ്പുകൾ നൽകുന്ന 1000-ലധികം സേവനങ്ങൾ വേഗത്തിൽ ഉപകാരപ്പെടുന്ന ലക്ഷ്യത്തോടെയുള്ള പരിഷ്കരണത്തിന്റെ ഭാഗമായാണ്
തവക്കൽന സേവനം ലോകമെമ്പാടും ലഭ്യമാക്കുന്നത്. സ്വന്തം രാജ്യങ്ങളിൽ വെച്ച് ഉംറ പെർമിറ്റുകൾ ബുക്ക് ചെയ്യാനും വിദ്യാഭ്യാസം, ആരോഗ്യം, നീതി, ടൂറിസം, വിനോദ സേവനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിലെ സർക്കാർ സേവനങ്ങൾ ലോകത്തെവിടെ നിന്നും ഉപയോഗപ്പെടുത്തുവാൻ തവക്കൽന ആപ്പിലൂടെ സാധിക്കും. ദിർഹത്തിനെതിരായ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവ് പ്രയോജനപ്പെടുത്താൻ പ്രവാസികൾ. ഒരു ദിർഹത്തിന് 23 രൂപ 92 പൈസ എന്ന താഴ്ന്ന നിരക്കിലാണ് ഇന്ന് വിനിമയം നടന്നത്. ശമ്പള ദിവസങ്ങളായതിനാൽ ദിർഹത്തിന്റെ ഉയർന്ന മൂല്യം നാട്ടിലെ അക്കൗണ്ടുകളിൽ എത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പ്രവാസികൾ. ഇന്ത്യൻ കയറ്റുമതിക്ക് 25% തീരുവ എന്ന US പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് പെട്ടെന്നുള്ള ഈ ഇടിവ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു ദിർഹത്തിന് 23 രൂപ 93 പൈസ എന്ന എക്കാലത്തെയും താഴ്ന്ന നിരക്കിലെത്തിയിരുന്നു. അതിനുശേഷം രൂപയുടെ മൂല്യം ഇത്രയും ഇടിയുന്നത് ഇതാദ്യമായാണ്. UAEയിലെ വിവിധ എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളിൽ 23 രൂപ 80 പൈസ എന്ന നിരക്കിൽ ഇന്ന് വിനിമയം നടന്നു. സൗദിയിലെ ജിദ്ദയിൽ അൽ ഖുബ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇജ്ലു വൈബ്സ് അവതരിപ്പിച്ച സമ്മർ ഫെസ്റ്റ് 2025 ചെസ്, കാരംസ് മത്സരങ്ങളുടെ സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങളോടൊപ്പം മെഹന്തിയിലും മത്സരങ്ങൾ സംഘടിപ്പിച്ചായിരുന്നു പരിപാടിക്ക് തുടക്കമിട്ടത്. മത്സരങ്ങൾ അവസാനിച്ചതോടൊപ്പം തന്നെ മെഗാ ഈവന്റിന് തിരശ്ശീല ഉയർന്നു. പ്രമുഖ ഗായകരായ നയിം സിദ്ദി, ഷജീർ ജമാൽ പാഷ തുടങ്ങിയവരോടൊപ്പം കൊച്ചുപാട്ടുകാരി ലയമോളും ഗാനങ്ങൾ ആലപിച്ചു. അയൂബ് മുസ്ലിയാരകത്ത്, ഷമീം അയ്യൂബ്, റാഫി ഭീമാപ്പള്ളി, സോഫിയ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ 12ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു. പരിപാടിയിൽ ഒപ്പന, സൂഫി ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ് എന്നിവ പ്രേക്ഷകരുടെ മനം കവർന്നു. മാന്നാറിന്റെ തനതായ സംസ്കാരത്തെയും പൈതൃകത്തെയും സംരക്ഷിക്കുകയും ടൂറിസവുമായി ബന്ധിപ്പിച്ച് വികസിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ വിഭാവനം ചെയ്ത മാന്നാർ പൈതൃക ഗ്രാമം പദ്ധതി പേപ്പറുകളിൽ മാത്രം അവസാനിച്ചതോടെ അന്യം നിന്ന് പോകുന്നത് ലോകമറിയുന്ന വെങ്കല നാടിന്റെ പെരുമ കൂടിയാണ്. ഭരണകൂടങ്ങൾ തിരിഞ്ഞു നോക്കാതെ വന്നതോടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ആലപ്പുഴ മാന്നാറിലെ ഒട്ടുപാത്ര നിർമ്മാണ മേഖല ഇന്ന് ഏതാണ്ട് തകർച്ചയുടെ വക്കിലാണ്. മാന്നാറിന്റെ വെങ്കലപ്പെരുമ ലോക പ്രശസ്തിയിലേക്ക് എത്തിക്കാൻ പ്രദേശത്തെ പരമ്പരാഗത ഓട്ടുപാത്ര നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന സമൂഹം വഹിച്ച പങ്ക് ചെറുതല്ല. ക്ഷേത്ര നിർമ്മാണം, വിഗ്രഹ നിർമ്മാണം, കരകൗശല വസ്തുക്കൾ, പള്ളിമണികൾ, ഉരുളികൾ, ഭീമൻ വാർപ്പുകൾ, അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കേന്ദ്രമായിരുന്ന മാന്നാറും ആയിരക്കണക്കിന് തൊഴിലാളികളും അവരെ ആശ്രയിച്ചിരുന്ന വ്യവസായ മേഖലയും ഒരു കാലത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുതൽക്കൂട്ടായിരുന്നു. എന്നാൽ അർഹിച്ച പരിഗണന ലഭിക്കാതെ വന്നതോടെ ഈ മേഖലയാകെ തകർന്നു. മാറി മാറി വന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണന മൂലം ഈ മേഖല അന്യം നിന്നു പോകുന്ന അവസ്ഥയാണ്. ഗ്രാമത്തിൻ്റെ പദ്ധതിയിൽ ഇതിന് എന്തൊക്കെ ഒരുപാട് സ്കിൽ ഡെവലപ്മെൻറ്റും പിന്നെ അതുപോലെ മെഷീനറീസും ഒക്കെ ഉൾപ്പെടുത്തി നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാനുള്ള രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. ഞങ്ങളെ വിളിച്ചെല്ലാം സംസാരിച്ചിരുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ആയില്ല. അതൊന്നും വന്നിരുന്നെങ്കിൽ ഈ മേഖല ഒന്നുകൂടെ ഒന്ന് ഇതായേനെ. ഇതിപ്പോൾ ഓരോ പ്രാവശ്യം, അതായത് ഓരോ വർഷങ്ങളും ചെല്ലുന്തോറും ഇത് ഈ എന്താ പറയുക, ഇതിന് ആൾക്കാരിങ്ങനെ ഇതിൽ നിന്ന് വിട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയതായിട്ട് ആരും വരുന്നില്ല. പഴയ ആൾക്കാരെല്ലാം ഉള്ളവരൊക്കെ കുറേ ആൾക്കാർ ഇപ്പം മരിച്ചുപോയി. ഇനി കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ അറിയാവുന്നവർ. ഇതൊന്നും അങ്ങോട്ട് വേറെ ആളുകളിലോട്ട്, പുതിയ ആൾക്കാരിലോട്ട് ഇതൊന്നും എത്തിപ്പെടുന്നില്ല. കാരണം ആൾക്കാർക്കൊന്നും ഇതിനകത്തോട്ട് വലിയ താല്പര്യം വരുന്നില്ല. കാരണം ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. കാരണം ഇതിന് അതിൻ്റെ രീതിയിൽ ഈ പൈതൃക ഗ്രാമം വന്നിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് എന്താ പറയുക, ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലി ഉണ്ടാകുകയും നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ മാന്നാറിനൊന്നും കൂടി ഒരു പഴയ അതിനെ ഒന്നുകൂടെ പ്രൗഢിയായിട്ട് കൊണ്ടുപോകാനും പറ്റിയിരുന്നേനെ. നൂറുകണക്കിന് പരമ്പരാഗത ആലകളും പാരമ്പര്യ തൊഴിലാളികളെ ആശ്രയിച്ചുകൊണ്ട് നിരവധി ചെറുകിട നിർമ്മാണ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്ന മാന്നാറിൽ അവയെല്ലാം ഇന്ന് വിരലിലെണ്ണാവുന്നവ മാത്രമായി ചുരുങ്ങി. നിർമ്മാണ ചെലവേറിയതും കഠിനാധ്വാനം ആവശ്യമായ ഈ മേഖലയെ പുതുതലമുറ കൈവിട്ടതും മാന്നാറിലെ ഓട്ടുപാത്ര നിർമ്മാണ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമായി. അസംസ്കൃത വസ്തുക്കളുടെ വിലവർധനവും അന്യസംസ്ഥാനത്തു നിന്നുള്ള ഓട്ടുപാത്രങ്ങളുടെ കടന്നുകയറ്റവും മേഖലയെ നിർജ്ജീവമാക്കി. ഒരു നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ഈ പരമ്പരാഗത നിർമ്മാണ രീതിയെ സംരക്ഷിച്ചു നിർത്തേണ്ടത് സർക്കാരുകളുടെ കൂടി ഉത്തരവാദിത്തമാണ്. എന്നാൽ ഉത്തരവാദിത്ത ബോധത്തിൽ നിന്ന് ഇവർ പിൻവലിക്കുന്നതോടെ നശിക്കുന്നതാകട്ടെ പൈതൃക സമ്പത്തെന്ന അഭിമാനത്തോടെ മലയാളികൾ പറഞ്ഞു പോന്നിരുന്ന പകരം വെക്കാനില്ലാത്ത ഇന്നലകളെയും. വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ.
നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ മകനായ ഷാനവാസിന് യാത്രാമൊഴി നൽകി നാട്. 71 വയസ്സായിരുന്നു. വൃക്കസംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മലയാളത്തിലും തമിഴിലുമായി 90-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രേം നസീറിന്റെയും ഹബീബ ബീവിയുടെയും മകനായി തിരുവനന്തപുരത്ത് ജനിച്ച ഷാനവാസ് 1981 ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. മൈലാഞ്ചി, ഗാനം, പ്രശ്നം ഗുരുതരം, മണിയറ, മൗനരാഗം തുടങ്ങി മലയാളം, തമിഴ് ഭാഷകളിലായി ചെറുതും വലുതുമായ 90-ലധികം സിനിമകളിൽ വേഷമിട്ടു. ഇടവേളയ്ക്ക് ശേഷം 2011 പുറത്തിറങ്ങിയ ചൈന ടൗൺ എന്ന ചിത്രത്തിലൂടെയാണ് തിരികെ എത്തിയത്. 2022 പൃഥ്വിരാജ് നായകനായ ജനഗണമനയാണ് അവസാന ചിത്രം. ശംഖുമുഖം, കടമറ്റത്ത് കത്തനാർ, വെളുത്ത കത്രീന, സത്യമേവ ജയതേ തുടങ്ങിയ സീരിയലുകളിലും വേഷമിട്ടു. തിങ്കളാഴ്ച രാത്രിയോടെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അന്ത്യം സംഭവിച്ചു. വഴുതക്കാട്ട് ഫ്ളാറ്റിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിൽ രാഷ്ട്രീയ, സിനിമ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരമർപ്പിച്ചു. ഒരു സിനിമാ നടൻ എന്ന നിലയിലും അദ്ദേഹം കേരളത്തിലും കേരളത്തിന് പുറത്തും തന്റേതായ ഒരു സ്ഥാനം ഉറപ്പിച്ചിരുന്നു. ഏറ്റവും നല്ലൊരു സുഹൃത്തിന്റെ നഷ്ടം കൂടിയാണ് എനിക്ക്. 1975 തൊട്ട് ഷാനവാസ് എന്റെ ഫ്രണ്ടാണ്. കാര്യം ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ്സായി വരുന്ന സമയത്ത് ഷാനവാസുമായിട്ട് ഫ്രണ്ട്ഷിപ്പായി, അങ്ങനെ കമ്പനിയായി. അദ്ദേഹത്തിന്റെ കാറിലാണ് അവിടെ ഇവിടെയൊക്കെ ചുറ്റുന്നത്. എന്നെ ആദ്യമായിട്ട് നസീർ സാറിന്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകുന്നത് ഷാനവാസാണ്. അന്നാണ് ഞാനൊരു വലിയ സ്ക്രീനിൽ, ഒരു ബിഗ് സ്ക്രീനിൽ ഒരു സിനിമ VHS കാസറ്റ് എന്നെ കാണിച്ചിരുന്നു, ഒരു ഇംഗ്ലീഷ് പടം. വഴുതക്കാട്ടെ വസതിയിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ടോടെ തിരുവനന്തപുരം പാളയം മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ ഖബറടക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോടതി പരിസരത്തെ മദ്യപാനത്തിൽ കൊടിസുനിക്കെതിരെ നടപടിയെടുക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. വീഴ്ചകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. TP ചന്ദ്രശേഖർ വധക്കേസിലെ പ്രതികളായ കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവരാണ് കഴിഞ്ഞ മാസം 17 പരസ്യമായി മദ്യപിച്ചത്. മാഹി ഇരട്ടക്കൊലപാതക കേസിൽ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോഴായിരുന്നു കൊടിസുനിയുടെ മദ്യപാനം. കോടതിക്ക് തൊട്ടു പിന്നിലെ ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ എസ്കോർട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ സാന്നിധ്യത്തിലായിരുന്നു മദ്യപാനം. പ്രതികളുടെ സുഹൃത്തുക്കളാണ് മദ്യം എത്തിച്ചു നൽകിയത്. മദ്യപാന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പോലീസുകാർക്കെതിരെ നടപടിയുണ്ടായെങ്കിലും പ്രതികൾക്കെതിരെ നടപടിയെടുത്തിരുന്നില്ല. സംഭവത്തിൽ പരാതിക്കാർ ഇല്ലാത്തതിനാൽ കേസെടുക്കേണ്ട എന്ന തീരുമാനത്തിലായിരുന്നു പോലീസ്. ജയിലിനുള്ളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം മാത്രമാണ് നിലവിലെടുത്തത്. കൊടിസുനിയുടെ മദ്യപാനത്തിൽ കേസെടുക്കുന്നതിനായി പോലീസ് നിയമോപദേശം തേടിയിരുന്നു. പ്രതികൾക്ക് എസ്കോർട്ടിന് സീനിയർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനും തീരുമാനമായിരുന്നു. എന്നാൽ സംഭവത്തിൽ നടപടിയെടുക്കുമെന്നാണ് DGP വ്യക്തമാക്കിയിരിക്കുന്നത്. വീഴ്ചകൾ ഉണ്ടായോ എന്ന് പരിശോധിച്ച് കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും DGP റവാഡ ചന്ദ്രശേഖർ കണ്ണൂരിൽ വ്യക്തമാക്കി. ഇതിൽ എവിടെ നമുക്ക് വീഴ്ചകൾ കാണുന്നുണ്ടോ അതിന് നമ്മളതിൽ പ്രോപ്പർ നടപടി സ്വീകരിക്കുന്നതാണ്. കോടതിയിലേക്കുള്ള യാത്രയിൽ TP വധക്കേസ് പ്രതികൾ മദ്യപിക്കുന്നത് പതിവ് സംഭവമാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മദ്യപിക്കുന്നതിന് കൂട്ടുനിന്ന 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷമായിരിക്കും നടപടി. സാധാരണ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ കൈവിലങ്ങ് വെക്കാറില്ലെങ്കിലും കൊടിസുനിക്കും സംഘത്തിനും കൈവിലങ്ങും നിർബന്ധമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കണ്ണൂർ. സൂപ്പർ താരം ലയണൽ മെസ്സി കേരളത്തിലേക്ക് ഇല്ലെന്ന് കായിക മന്ത്രി തന്നെ ഉറപ്പിച്ചതോടെ വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ ഉയരുന്നത്. മെസ്സിയും കൂട്ടരും സംസ്ഥാനത്തെത്തുമെന്ന് കഴിഞ്ഞ 1 വർഷമായി ആവർത്തിച്ചു പറയുകയായിരുന്നു കായിക മന്ത്രി V അബ്ദുറഹ്മാൻ. അതേ മന്ത്രിയാണ് ഇപ്പോൾ അർജന്റീന ടീമിനെ കുറ്റപ്പെടുത്തുന്നത്. കോട്ടയം കുഞ്ഞച്ചൻ സിനിമയിൽ മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന നാട്ടുകാരുടെ സംശയം ജഗതി ശ്രീകുമാർ അവതരിപ്പിക്കുന്ന രംഗമുണ്ട്. കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ഉറ്റ സുഹൃത്തായ മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ മോഹൻലാൽ വരില്ലേ? ഈ രീതിയിലാണ് കഴിഞ്ഞ 1 വർഷക്കാലം സംസ്ഥാന കായിക മന്ത്രി V അബ്ദുറഹ്മാൻ കായിക പ്രേമികൾക്ക് പ്രതീക്ഷ നൽകിയത്. ഒടുവിൽ ഇന്നലെ ആ പ്രതീക്ഷ മന്ത്രി തന്നെ ഇല്ലാതാക്കി. കുറ്റം മുഴുവൻ ഒടുവിൽ അർജന്റീന ടീമിനും. പക്ഷേ പണം സ്വീകരിച്ചതിന് ശേഷം അവർ പറഞ്ഞത് ഞങ്ങൾക്ക് 26 സ്വാഭാവികം നമുക്കത് കഴിയില്ല. 25 ഒക്ടോബർ അതിൽ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. കേരളത്തിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിൽ നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അർജന്റീന ടീമിനായിരിക്കും.
നിയമസഭയിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ഉൾപ്പെടെ മന്ത്രിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ അഭിമാന നേട്ടമായി ഉയർത്തിക്കാട്ടിയതാണ് മെസ്സി കേരളത്തിലേക്ക് വരുമെന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉൾപ്പെടെയുള്ളവരായിരുന്നു ആദ്യം സ്പോൺസർമാർ. പിന്നീട് സ്വകാര്യ മാധ്യമ ശൃംഖല സ്പോൺസർഷിപ്പിലേക്ക് വന്നു. അവർ മെല്ലെപ്പോക്ക് തുടർന്നതോടെ സർക്കാരിന്റെ വക നോട്ടീസ് അയച്ച് പേടിപ്പിക്കൽ. ഇതോടെ കമ്പനിക്കാർ അർജന്റീന ടീമിന് സ്പോൺസർഷിപ്പ് തുക കൈമാറി. സൗഹൃദ മത്സരങ്ങൾ ഖത്തറിലും ചൈനയിലുമാണെന്ന അർജന്റീന ടീം പറഞ്ഞിട്ടും ബന്ധപ്പെട്ടവർ നീലക്കുപ്പായക്കാരെത്തുമെന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ 2025 മെസ്സി ഇല്ലെന്ന ഉറപ്പായി. 26 വേണ്ടെന്ന സർക്കാരിന്റെ നിലപാടും. ഇനി പണം തിരിച്ചു കിട്ടാനുള്ള വഴികൾ തേടി നമുക്ക് പുതിയ ചർച്ചകൾ തുടരാം. അമൃത ന്യൂസ്, കോഴിക്കോട്. KCL രണ്ടാം സീസണിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും പിച്ചുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്നും KCA അറിയിച്ചു. ആദ്യ സീസണെ അപേക്ഷിച്ച് രണ്ടാം സീസണിൽ കൂടുതൽ റണ്ണൊഴുക്ക് പ്രതീക്ഷിക്കാമെന്ന് പിച്ച് ക്യൂറേറ്റർ AM ബിജു പറഞ്ഞു. തിരുവനന്തപുരം കാരവിറ്റം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 6 വരെയാണ് രണ്ടാം സീസണിലെ മത്സരങ്ങൾ നടക്കുക. പേസും ബൗൺസുമുള്ള പിച്ചുകളാണ് ഒരുക്കുന്നത്. ഇതിനായി കർണാടകയിലെ മാണ്ഡ്യയിൽ നിന്നെത്തിച്ച പ്രത്യേകതരം കളിമണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.